ആദ്യം ചെയ്യാൻ പോണ ആക്ടിന്റെ കാര്യം അതൊരു സ്പെഷ്യൽ തന്നെയാണ്. സ്പെഷ്യൽ ആക്ട് ആണ്. അതായത് രാവിലെ തൊട്ട് രാത്രി വരെ പോകും അല്ലേ? കുറച്ച് കാലമായിട്ട് കേട്ട് വളർന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പെറുക്കി വെച്ച് ഒരു സാധനം ചെയ്യാന്ന് കരുതി. നമുക്ക് സമയം ഇങ്ങനെ പോകുന്നത് അറിയാൻ പറ്റുമോ? അപ്പൊ അതെ, അറിയാൻ പറ്റും. അതായത് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ശബ്ദങ്ങളെ ആ ടൈം ഓർഡറിൽ കൊണ്ടുപോകാൻ പോവാണ് അല്ലേ? അതെ അതെ. അതില് ജീവികളുണ്ട്, മൃഗങ്ങളുണ്ട്, മെഷീൻസ്, എല്ലാം ഉണ്ട്. മനുഷ്യനൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. മനുഷ്യനാണ് ഞാൻ. ഓക്കെ, അപ്പൊ തുടങ്ങത്തോട്ട് കേൾക്കാം രാവിലെ തൊട്ട് അല്ലേ? ഓക്കെ. എത്ര മണിക്കാ തുടങ്ങുക? 5:30-6 മണി. 5:30-6 മണിക്ക് തുടങ്ങാം. ഓക്കെ, ശരി. കുയിലിന്റെ ശബ്ദത്തോടു കൂടി തുടങ്ങാം. ഓക്കെ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് കോഴി എഴുന്നേക്കുന്നത്. അപ്പൊ കോഴി കൂന്ന ശേഷമാണ് കോഴി. ഇതാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. കോഴി ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കൂവി കൂവി തൊണ്ട പോയതാ. ഇത് കേട്ടാ എനിക്കും ആൾക്കാര് ഡെയിലി കൂവുന്നതാണല്ലോ, അതുകൊണ്ട് തൊണ്ട പോയിരിക്കുക. കോഴികളില്ലാത്ത നാട്ടില് സാധാരണ മയിലുകളാണ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ രാവിലെ തന്നെ കേൾക്കുന്ന ശബ്ദം മയിൽ. ഞാൻ ഈ പാലക്കാട് ഏരിയയിലൊക്കെ പോയപ്പോ അപ്പൊ അതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അടിപൊളി. അടുത്തത് പിന്നെ കുറച്ചൊന്ന് നേരം ഒന്ന് വെളുത്ത് വരുമ്പോ ചെറിയ ചെറിയ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. ഓക്കെ. പശുവിനെ കറക്കാൻ വരുന്നതിനേക്കാൾ മുന്നേ ഒരു സൗണ്ട് കേൾക്കാറുണ്ട്. അപ്പൊ വളരെ അലച്ചലോടുകൂടി ആടെന്ന് പറയുമ്പോ പിന്നെ ആടിനൊരു പ്രത്യേകത, ആടിന്റെ നടത്തത്തിലൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയാണ് അതിന് പല്ലിന്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് മുട്ടനാണ് പല്ലിന്റെ സെറ്റിംഗ്. അപ്പൊ 9 മണി കഴിയുമ്പോ നമുക്ക് എന്താണ് അടുത്ത മീനൊക്കെ വാങ്ങണ്ടേ? മീനൊക്കെ വാങ്ങുമ്പോ മീൻകാരൻ വരും. മീൻകാരൻ വന്നു. അപ്പൊ മീൻ വാങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പൂച്ചകൾ ചുറ്റും കൂടി. സത്യം. എന്റെ അമ്മയും ഏനന്റിമാരൊക്കെ മീൻ എടുക്കുമ്പോൾ പൂച്ച വന്നിരിക്കും. അപ്പൊ പൂച്ച ഒരു വർഷം മീൻ വരുമെന്ന് ചോദിക്കുന്ന ഒരു ആക്ഷനും കൂടി ഉണ്ട്. മീനൊക്കെ വില കൂടി കൊണ്ട് കൊടുത്താ കൊടുത്തു. പൂച്ച നോക്കുമ്പോ കാക്ക ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് തന്നെ കാക്ക ഉണ്ടെങ്കിൽ അവിടെ പരുന്ത് ഇങ്ങനെ ഇത് ചെയ്ത് വരൂലേ? പരുന്ത് വരും. പരുന്ത് നമ്മുടെ വയലും കരയിലൊക്കെ ആണെങ്കിൽ ഈ തെങ്ങിന്റെ മണ്ടൊക്കെ വന്നിരിക്കും. അപ്പൊ അവിടെ നിന്നൊരു കൃഷ്ണപ്പരുന്ത്, അതാണ് കൂടുതൽ നമ്മളെ വയലും കരയൊക്കെ കാണുന്നത്. അപ്പൊ അത് വന്നിരിക്കുമ്പോ നമ്മളെ നാട്ടിലൊക്കെ ആദ്യം സമയം നോക്കുമ്പോ ഈ ചെമ്പൂത്ത് അറിഞ്ഞ 3:45 പഴയ ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ സമയം നോക്കിയാൽ കറക്റ്റും ആയിരിക്കും. പഴയ ആൾക്കാരുടെ എന്തോ ഒരു ടെക്നിക്കാണ്, എനിക്കറിയാൻ പാടില്ല. പറയുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പോത്തിന് വേറൊരു പേരുണ്ട്, ഉപ്പൻ. ഉപ്പൻ എന്ന് പറയും. ഇനി ഓലഞ്ഞാലി കിളിയായാലോ? ഓലഞ്ഞാലി കിളി എടുക്കുമ്പോൾ എനിക്ക് എന്നെ ഇന്ന് ചിരിപ്പിക്കണം. എന്നെ ചിരിന്നൊന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓലഞ്ഞാലി മതിയോ? അത് ഞാൻ ഒരു വട്ടം ഇങ്ങനെ ഒരു സിനിമ കണ്ട് ചിരിച്ചപ്പോഴേ എന്റെ അടുത്ത് എന്താണ് ഓലഞ്ഞാലി കയറാനാ വരുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചു, അതുകൊണ്ട് അതങ്ങ് ഏറ്റെടുത്തു. ശരി, 3:45 കഴിഞ്ഞ് നമുക്കൊരു 4 മണിയായി. എന്തായി? 4 മണിയാകുമ്പോ വീണ്ടും കോഴികളുടെ ആറാട്ടാണ്. ശരി. എന്നുവെച്ചാ അല്ലല്ല, വണ്ടികളിലൊക്കെ പോണ കോഴികളുണ്ടല്ലോ, ഈ സ്കൂളൊക്കെ വിട്ട സമയമാണ് 4 മണി. അറിയാത്ത പോലെ. അപ്പൊ ഈ RX-100 ബുള്ളറ്റ് അങ്ങനെയുള്ള വണ്ടികളിലൊക്കെയാണ്, സൗണ്ടുള്ള വണ്ടികളാണ്. അപ്പൊ ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ആദ്യം ബുള്ളറ്റിലേക്ക് പോവാം. അപ്പൊ അടുത്തത് RX-100. അന്നേരത്തൊക്കെ ട്രെൻഡ് ആയിട്ടുള്ള നമ്മുടെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പോഴും ട്രെൻഡിങ് ആണ്. അപ്പൊ ആ വണ്ടിയുടെ ശബ്ദം നല്ല കഴിഞ്ഞാൽ നമുക്ക് നേരെ വയലിലോട്ട് പോവാം. ഒന്നാമത് എന്റെ വീട് വയലിലാണ്. അപ്പൊ ഈ വയലങ്കരക്കുള്ള ശബ്ദങ്ങൾ കൊച്ച എന്ന് പറയുമ്പോ ഈ കൊക്ക്, ഈ ചാര നിറമുള്ളൊരു കൊക്ക് കൂടെ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ കൊച്ചാന്നാ പറയാം. അപ്പൊ അത് മീനൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മൾ വയലിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അത് പറന്നു ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് പറക്കുക. അപ്പൊ അതിന്റെ ശബ്ദം
കറക്റ്റ്. എരണ്ടാന്ന് പറയും, എരണ്ട. എരണ്ട എരണ്ട. ഈ മഴക്കാലൊക്കെയാണല്ലോ പ്രത്യേകിച്ചിട്ട്. അതെ. അപ്പൊ തവളകളുടെ ശബ്ദം ഒരുപാട് കേൾക്കാം. വയലങ്കരയിലാകുമ്പം കുറുക്കനുണ്ടാവും. അപ്പൊ കുറുക്കന്റെ ശബ്ദം എന്ന് വെച്ചാൽ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പട്ടി കുട്ടികൾക്ക് എന്തായാലും കല്ലി ഇളകും. അപ്പൊ അത് കഴിഞ്ഞാൽ അപ്പൊ നേരം നീരിട്ടി. അപ്പൊ നമ്മൾ കേൾക്കുന്ന ശബ്ദം മൂങ്ങയുടെ ശബ്ദം. എക്സ്പ്രഷൻ വിത്ത് എക്സ്പ്രഷൻ ആണ്. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത് വയലം കയറിയാലാണ് ഒരുപാട് കൊതുക് ശല്യം കൊച്ചിയിലുണ്ടല്ലോ. അപ്പൊ കൊതുകിന്റെ ശബ്ദം. അടിച്ചു കൊന്നു. ഞാൻ 2 തവണ അടിച്ചു. ഞാൻ കരുതി എനിക്ക് കിട്ടിയ ക്ലേപ്പാന്ന്. അടുത്തത് ഇപ്പൊ എല്ലാം ഒന്ന് സൈലന്റ് ആയി. നമ്മളിനി കിടന്നുറങ്ങാൻ പോവാണ്. കിടന്നുറങ്ങാൻ നമ്മള് ഫുള്ള് സൈലന്റ് ആയി. അപ്പൊ കേൾക്കണ ശബ്ദം ചീവീടിന്റെ ശബ്ദം. അതെ അതെ. ഇത് നമ്മുടെ കൂർക്കമ്പലിയേ ഉള്ളു കേൾക്കാൻ. അത് വേണ്ട. ഇപ്പൊ രാവിലെ തുടങ്ങി രാത്രി വരെയുള്ള നമുക്ക് ചുറ്റുമുള്ള ചെറിയ ശബ്ദങ്ങളുടെ ഒബ്സർവേഷൻ അടിപൊളി. ജിതിൻ മുനികുമാരൻ, ഇതൊരു ഇന്റർനാഷണൽ ഐറ്റം ആണത്. നമ്മളിപ്പോ പറഞ്ഞപ്പോ അടുത്ത ഇത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താന്ന് പറഞ്ഞാല് ലോകത്തിലെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവരാരുമില്ല. ഒരു നേരം പുലരുമ്പോൾ എല്ലായിടത്തും കോഴി തന്നെ ആയിരിക്കും അല്ലോ. അമേരിക്കയിലൊക്കെ കോഴി തന്നെയല്ലേ തുടങ്ങണത്. കുയിലും ഷാർജയില് കാക്കയുണ്ടാ? ഷാർജയിലുണ്ട് കാക്കയുണ്ട്, ഉണ്ട് ഒരുപാട്. അല്ല, ഇത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ നമ്മൾ തമാശയായിട്ടാണ് അവതരിപ്പിച്ചെങ്കിലും ഇതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവതരണ രീതി മാത്രമാണ് മാറ്റേണ്ടത്. അതിന് ചിലപ്പോൾ വേണ്ടത് ചിലപ്പോൾ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ രാത്രി ചീവീടിന്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു രാത്രി ആക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഫീൽ ആയിരിക്കും. സത്യം അല്ലേ? ഓരോന്നിനും ഒരു നേരം പുലരുമ്പോൾ അത് ടെക്നോളജിയും കൂടി ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ സ്റ്റേജ് ചെയ്യുമ്പോൾ സ്റ്റേജിൽ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു നേരം പുലരുമ്പോൾ ആ ഒരു സൂര്യൻ ഉദിക്കുന്ന ഇതും അതിനൊപ്പം കുയിലിന്റെ നാദവും കൂടി കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൊണ്ടുപോകും. അത് നിങ്ങളുടെ ത്രോട്ടിൽ നിന്നാന്ന് അറിയുമ്പോഴേ ലോകത്ത് മിമിക്രി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തൊണ്ടയുണ്ട്, പക്ഷെ ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ താങ്കൾ ഒരു ലെജൻഡ് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത സ്റ്റേജ് ആയിട്ടോ ജിതിന്. ഇതിനെ അടിപൊളിയായിരുന്നു കേട്ടോ. ജിതിന്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞത് 100/100ആണ്. ജീവിയുടെ പറഞ്ഞോണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത പെർഫെക്ഷനാണ്. ആ ഐഡിയക്കാണ് കൈഡി തന്നത്. ഉഗ്രൻ ഐഡിയ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഷോകളൊക്കെ ഇട്ട് ഒരുപാട് സിനിമകളൊക്കെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ് ജിതിൻ. ഓൾ ദി ബെസ്റ്റ്.